അടുത്തതായി വിഷയാവതരണത്തിന് വേദിയിലെത്തുന്നത് ശ്രീ സുൽത്താൻ നസീർ. അഹമ്മദിയ മുസ്ലിം ജമാഅത്ത് ബിലീഫ് ഇൻ ശ്രീറാം ആൻഡ് ഇസ്ലാം എന്ന വിഷയത്തെക്കുറിച്ചാണ് അദ്ദേഹം പ്രബന്ധം അവതരിപ്പിക്കുന്നത്. തിയോളജിയിലെ ഒരു പണ്ഡിതനായ അദ്ദേഹം അഖണ്ഡതയുടെ നാമമായ മുസ്ലിം സഹോദരൻ കൂടിയാണ്. അദ്ദേഹം ജാമിയ അഹമ്മദിയ പഞ്ചാബ് കേന്ദ്രത്തിൽ നിന്നും, ഇന്ത്യയുടെ ഹെഡ്ക്വാർട്ടേഴ്സായ അഹമ്മദിയ മുസ്ലിം ജമാഅത്ത് പഠന കേന്ദ്രത്തിൽ നിന്നും ഉന്നത ബിരുദധാരിയായ അദ്ദേഹം ഇന്ന് കോഴിക്കോട് അടിസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന മിഷനറിയുടെ സന്ദേശവാഹകനായി പ്രവർത്തിക്കുകയും നോളജ് ആൻഡ് കമ്പാഷൻ ഇൻ കമ്മ്യൂണിറ്റി എന്ന വിഷയത്തിൽ ശിഷ്യന്മാരെ വളർത്തുകയും ചെയ്യുന്ന വ്യക്തി കൂടിയാണ്. സത്യദൂതം എന്ന പേരിൽ കഴിഞ്ഞ 100 വർഷങ്ങളായി മലയാളത്തിൽ പ്രസിദ്ധീകരിച്ചു വരുന്ന മാസികയുടെ ചീഫ് എഡിറ്റർ കൂടിയാണ് ഇദ്ദേഹം. കേരളത്തിലുടനീളം നീതി, തുല്യത, സഹോദര്യം, മതം, അഖണ്ഡത, സ്നേഹം, സമത്വം, സമാധാനം എന്നീ വിഷയങ്ങളെക്കുറിച്ച് സംസാരിക്കുന്ന അദ്ദേഹം മലയാളികൾക്കിടയിലും ഇതര ഭാഷക്കാർക്കിടയിലും അതോടൊപ്പം തന്നെ മറ്റു സമുദായങ്ങൾക്കിടയിലും ചിരപ്രതിഷ്ഠ നേടിയ വ്യക്തിയാണ്. ഹി പ്രസൻസ് ഹിസ് ടോപ്പിക് ഓൺ ബിലീഫ് ഇൻ ശ്രീരാമ ഇൻ ഇസ്ലാം, expressing the threads of shared reverence and cultural memory. And let's welcome Shri Sultan Nazir with respect and love. Please, sir, be here on the stage. Thank you. Sir, let's begin. Podium is yours, please. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വേദിയിൽ ഉപവിഷ്ടരായ പ്രിയപ്പെട്ട സഹോദരൻ, അതുപോലെ തന്നെ സ്നേഹവും ബഹുമാനവും നിറഞ്ഞ സഹോദരന്മാരെ, ശ്രോതാക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സർവശക്തനായ ദൈവത്തിൻ്റെ ശാന്തിയും സമാധാനവും അനുഗ്രഹങ്ങളും നിങ്ങളുടെ എല്ലാവരുടെയും മേൽ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. ആർഷഭാരതത്തിൻ്റെ പുണ്യഭൂമിയിൽ അവതരിക്കുകയും കോടിക്കണക്കിന് ജനഹൃദയങ്ങളിൽ ആയിരക്കണക്കിന് വർഷങ്ങളായി ഭയഭക്തി ആദരവോടുകൂടി സ്മരിച്ചുകൊണ്ടിരിക്കുകയും സ്മരിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന അസാധാരണമായ ഒരു വ്യക്തിത്വമാണ് ശ്രീരാമചന്ദ്രൻ. ദൈവാനുരാഗത്തിൻ്റെ അമൂർത്തമായ തലങ്ങളിലേക്ക് പ്രവേശിക്കുകയും മനുഷ്യ സൃഷ്ടിപ്പിൻ്റെ ലക്ഷ്യം കണ്ടെത്തുകയും ദൈവിക ഗുണങ്ങൾ സ്വായത്തമാക്കുകയും അത് പ്രതിഫലിപ്പിക്കുകയും ചെയ്യുന്ന ഇത്തരത്തിലുള്ള ദിവ്യ പുരുഷന്മാരുടെ ആഗമനം ലോകത്ത് വളരെ അപൂർവമായിട്ടാണ് സംഭവിക്കാറുള്ളത്. ശ്രീരാമചന്ദ്രൻ്റെ ജീവിതം സ്നേഹവും കരുണയും അനുകമ്പയും ത്യാഗവും ധർമ്മനിഷ്ഠയുമായിരുന്നു. കാരണം ശ്രീരാമചന്ദ്രൻ്റെ രാജ്യത്തെക്കുറിച്ച് പറയുന്നത് അയോധ്യ എന്നാണ്. അയോധ്യ എന്ന വാക്കിൻ്റെ അർത്ഥം യുദ്ധങ്ങളില്ലാത്ത ഭൂമി, യുദ്ധങ്ങളില്ലാത്ത നാട് എന്നാണ് ഒരു ഭാഷാ പണ്ഡിതൻ എനിക്ക് പറഞ്ഞു നൽകിയത്. 2000 വർഷങ്ങൾക്ക് മുമ്പ് യേശു ഈ ഭൂമിയിൽ വന്നപ്പോൾ അദ്ദേഹം തൻ്റെ നിയോഗലക്ഷ്യം ജനങ്ങളോട് പറഞ്ഞപ്പോൾ അന്നത്തെ പണ്ഡിതന്മാരും യഹൂദരും യേശുവിനോട് ചോദിച്ചു, നീ യഹൂദർക്ക് വാഗ്ദാനം ചെയ്യപ്പെട്ട രാജാവാണ് എങ്കിൽ നിന്റെ കിരീടം എവിടെ?
നിന്റെ ചെങ്കോലെവിടെ, നിന്റെ ഭരണമെവിടെ? അവർക്ക് ആ മഹാത്മാവ് നൽകിയ മറുപടി, എൻ്റെ ചെങ്കോൽ അല്ലെങ്കിൽ എൻ്റെ ഭരണം അത് ആകാശീയമാണ് എന്നുള്ളതാണ്. അല്ലെങ്കിൽ എൻ്റെ ഭരണം എന്ന് പറയുന്നത് ദൈവീകമാണ് എന്നാണ് അദ്ദേഹം അതിന് നൽകിയ മറുപടി. ഇതുപോലെ ശ്രീരാമൻ്റെ ജീവിതം അല്ലെങ്കിൽ ശ്രീരാമൻ്റെ ആ രാജ്യം അയോധ്യയാണ് എന്ന് പറയുമ്പോൾ അത് യുദ്ധങ്ങളില്ലാത്ത, സംഘർഷങ്ങളില്ലാത്ത, സ്നേഹത്തിൻ്റെയും കരുണയുടെയും ത്യാഗത്തിൻ്റെയും ഭൂമിയാണ് എന്ന് നിസ്സംശയം നമുക്ക് പറയാൻ സാധിക്കുന്നതാണ്. അതിനേക്കാൾ ഉപരിയായി കോടിക്കണക്കിന് മനുഷ്യരുടെ ഹൃദയത്തിൽ അനേകായിരം വർഷങ്ങളായി കരുണയ്ക്കും സ്നേഹത്തിനും അനുകമ്പയ്ക്കും ത്യാഗത്തിനും മാത്രമേ സ്ഥാനം പിടിക്കാൻ സാധിക്കുകയുള്ളൂ. അക്രമത്തിനും അനീതിക്കും അതുപോലെ തന്നെ അശാന്തിക്കും അസ്വസ്ഥതകൾക്കും ഒരിക്കലും തന്നെ കാലാതീതമായി മനുഷ്യഹൃദയങ്ങളെ കീഴടക്കാൻ സാധ്യമല്ല. അതുകൊണ്ട് കോടിക്കണക്കിന് മനുഷ്യരുടെ ഹൃദയങ്ങൾ കാലാതീതമായി ഒരു വ്യക്തി അല്ലെങ്കിൽ ഒരു അസ്തിത്വം കൈയടക്കുന്നുവെങ്കിൽ തീർച്ചയായും അത് സ്നേഹത്തിൻ്റെയും കരുണയുടെയും അനുകമ്പയുടെയും ത്യാഗത്തിൻ്റെയും പ്രതിഫലമാണ് അല്ലെങ്കിൽ പ്രതിഫലനമാണ് എന്ന് നമുക്ക് നിസ്സംശയം പറയാൻ സാധിക്കുന്നതാണ്. ശ്രീരാമചന്ദ്രനെക്കുറിച്ച് പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ ജീവിതത്തെക്കുറിച്ചും അദ്ദേഹത്തിൻ്റെ സന്ദേശത്തെക്കുറിച്ചും ലോകത്ത് വ്യത്യസ്ത കാഴ്ചപ്പാടുകളും വ്യത്യസ്ത ചിന്താഗതികളും നിലനിൽക്കുന്നുണ്ട്. ഒരുപക്ഷെ നിങ്ങളിൽ ചിലരെങ്കിലും ആദ്യമായി കേൾക്കുന്നതോ ചിലരുടെ ഉള്ളിലെങ്കിലും വിസ്മയം ഉളവാക്കുന്നതോ കൗതുകം ജനിപ്പിക്കുന്നതോ ചിലരെയെങ്കിലും ആശ്ചര്യപ്പെടുത്തുന്നതോ ആയ ഒരു കാഴ്ചപ്പാട് നിങ്ങളുമായി പങ്കുവെക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. എന്നാൽ ഈ കാഴ്ചപ്പാട് കേവലം എൻ്റെ വ്യക്തിപരമായ ഒരു കാഴ്ചപ്പാടല്ല എന്നും, അതല്ല എങ്കിൽ സമകാലീന സാഹചര്യത്തിൽ ഉരുത്തിരിഞ്ഞു വന്ന അവസരവാദപരമായ ഒരു ചിന്താഗതിയോ കാഴ്ചപ്പാടോ അല്ല എന്ന് നിങ്ങൾ അറിയുന്നതിനും, ഇത്തരം സാഹചര്യത്തിൽ ഒരു പ്രശംസ എന്ന നിലയിൽ അല്ലെങ്കിൽ വിധേയത്വപരമായ ആശംസ എന്ന നിലയിൽ ഞാൻ പറയുന്ന വാക്കുകളല്ല എന്ന് നിങ്ങൾ അറിയുന്നതിനും മനസ്സിലാക്കുന്നതിനും, ഞാൻ മുന്നോട്ട് വെക്കാൻ പോകുന്ന ആശയത്തിൻ്റെ അടിത്തറ മനസ്സിലാക്കുന്നതിനും, എന്നെ നയിക്കുന്ന പ്രത്യയശാസ്ത്രത്തെയും എൻ്റെ വിശ്വാസധാരയെയും കുറിച്ച് അല്പം നിങ്ങളെ പരിചയപ്പെടുത്തേണ്ടത് അനിവാര്യമായി ഞാൻ മനസ്സിലാക്കുകയാണ്. ഇന്ന് ലോകത്ത് 200-ലധികം രാജ്യങ്ങളിൽ ഒരാത്മീയ നേതൃത്വത്തിന് കീഴിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരാഗോള ഇസ്ലാമിക പ്രസ്ഥാനമാണ് അഹമ്മദിയ മുസ്ലിം ജമാഅത്ത്. 1835 ഇന്ത്യയിലെ പഞ്ചാബിലെ കാദിയാൻ എന്ന് പറയുന്ന ഒരു ഗ്രാമത്തിൽ ജനിച്ച ഹസ്രത്ത് മിർസ ഗുലാം അഹമ്മദ് കാദിയാനി അലൈഹിസ്സലാമാണ് അഹമ്മദിയ മുസ്ലിം ജമാഅത്ത് സ്ഥാപിച്ചത്. അശാന്തിയുടെയും അസമാധാനത്തിൻ്റെയും അക്രമത്തിൻ്റെയും വിദ്വേഷത്തിൻ്റെയും ഈ ഒരു കാലഘട്ടത്തിൽ ശാന്തിയുടെയും സമാധാനത്തിൻ്റെയും ത്യാഗത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും സന്ദേശവുമായി ദൈവം എന്നെ നിയോഗിച്ചയച്ചിരിക്കുന്നു എന്ന് അദ്ദേഹം വാദിക്കുകയുണ്ടായി. അദ്ദേഹം പറഞ്ഞത്, എന്നെ ദൈവം ഈ കാലഘട്ടത്തിൽ നിയോഗിച്ചയച്ചിരിക്കുന്നത് രണ്ട് കാര്യങ്ങൾ കൊണ്ടാണ്. ഒന്ന്, മനുഷ്യനെ ദൈവവുമായി അടുപ്പിക്കുക. മനുഷ്യൻ ദൈവത്തിൻ്റെ ഗുണങ്ങളെ സ്വാംശീകരിച്ചെടുത്തുകൊണ്ട് ആ ഗുണങ്ങളെ പ്രതിഫലിപ്പിക്കുന്നവനായി മാറുക. അതോടൊപ്പം തന്നെ സൃഷ്ടികളോടുള്ള കടമകൾ, സൃഷ്ടികളോടുള്ള ഉത്തരവാദിത്തങ്ങൾ യഥാർത്ഥ രീതിയിൽ നിർവഹിക്കുന്നവരായി മനുഷ്യരെ മാറ്റിയെടുക്കുക.
അവിടെ അദ്ദേഹം അടിവരയിട്ട് പറഞ്ഞ മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ഒരു മനുഷ്യന് ദൈവത്തോടുള്ള കടമകൾ ഏതുവരെ സൃഷ്ടികളോടുള്ള കടമകൾ നിർവഹിക്കുന്നില്ലയോ അതുവരെ ശരിയായ രീതിയിൽ നിർവഹിക്കാൻ സാധ്യമല്ല എന്നുള്ളതാണ്. ഭാരത സംസ്കാരത്തിൽ മാനവസേവ തന്നെയാണ് മാധവസേവ എന്നും ജീവസേവ തന്നെയാണ് ശിവസേവ എന്നും പറയുന്നതുപോലെ മനുഷ്യരെ, സൃഷ്ടിജാലങ്ങളെ സേവിക്കുന്നതിലൂടെയാണ് മനുഷ്യന് യഥാർത്ഥത്തിൽ ദൈവത്തെ പ്രാപിക്കാൻ സാധിക്കുക. അല്ലെങ്കിൽ ആ ഒരു ഉത്തരവാദിത്വം നിറവേറ്റാതെ ഒരിക്കലും തന്നെ മനുഷ്യന് യഥാർത്ഥത്തിൽ ദൈവത്തെ പ്രാപിക്കാൻ സാധ്യമല്ല എന്ന് അദ്ദേഹം പറയുകയുണ്ടായി. അദ്ദേഹം ഒരവസരത്തിൽ പറയുകയുണ്ടായി, ഞാൻ മുഴുവൻ മനുഷ്യകുലത്തെയും സ്നേഹിക്കുന്നു. സ്നേഹനിധിയായ ഒരു മാതാവ് തൻ്റെ കുഞ്ഞിനെ സ്നേഹിക്കുന്നത് പോലെ അല്ല, അതിനേക്കാൾ ഉപരിയായി ഞാൻ മാനവകുലത്തെ സ്നേഹിക്കുന്നു. എനിക്കാരോടും ഒരു വെറുപ്പുമില്ല. ഞാൻ വെറുക്കുന്നത് മനുഷ്യൻ്റെ ദുഷ്കർമ്മങ്ങളെ മാത്രമാണ്. മനുഷ്യരോടുള്ള അനുകമ്പ എൻ്റെ ബാധ്യതയാണ്. മറ്റൊരു സ്ഥലത്ത് അദ്ദേഹം പറയുകയാണ്, എല്ലാ മനുഷ്യരോടും അനുകമ്പ കാണിക്കുക എന്നതാണ് നമ്മുടെ ആദർശം. തൻ്റെ അയൽക്കാരനായ ഒരു ഹിന്ദു സഹോദരൻ്റെ വീടിന് തീ പിടിക്കുന്നത് കാണുന്ന വ്യക്തി ആ തീ അണക്കുന്നതിന് തുനിയുന്നില്ല എങ്കിൽ ഞാൻ സത്യമായും പറയുന്നു, ആ വ്യക്തി എന്നിൽപ്പെട്ടവനല്ല. ഒരു ക്രിസ്ത്യാനിയെ ആരെങ്കിലും വധിക്കുന്നതിനായി കാണുകയും എൻ്റെ ഒരനുയായി അതിൽ നിന്ന് അയാളെ തടയുകയും ആ ക്രിസ്ത്യാനിയെ രക്ഷപ്പെടുത്തുകയും ചെയ്യുന്നില്ല എങ്കിൽ ഞാൻ സത്യമായും നിങ്ങളോട് പറയുകയാണ്, ആ വ്യക്തി എന്നിൽപ്പെട്ടവനല്ല, അല്ലെങ്കിൽ എൻ്റെ വിശ്വാസത്തെയോ എൻ്റെ ആദർശത്തെയോ പിന്തുടരുന്നവനല്ല. പിന്നീട് അദ്ദേഹം തൻ്റെ അനുയായികളെ അഭിസംബോധന ചെയ്തുകൊണ്ട്, അനുയായികളെ ഉപദേശിച്ചുകൊണ്ട് പറയുകയുണ്ടായി, ഗാലിയാ സുൻകർ ദുആ ദോ പാക്കെ ദുഃഖ് ആരാം ദോ കിബിർ കി ആദത് ജോ ദേഖോ തും ദിഖാओ ഇൻകിസാർ. ചീത്തവിളിയും അസഭ്യവർഷവും കേൾക്കുമ്പോൾ നിങ്ങൾ അത്തരം ആളുകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. പ്രയാസങ്ങൾ സഹിച്ചുകൊണ്ട് നിങ്ങൾ മറ്റുള്ളവരെ സേവിക്കുക. അഹങ്കാരവും അഹംഭാവവും കാണുമ്പോൾ നിങ്ങൾ വിനയാന്വിതരായി ലോകത്ത് നിലകൊള്ളുക. അദ്ദേഹം തൻ്റെ ഈ ദിവ്യ സന്ദേശം ലോകത്ത് പ്രചരിപ്പിക്കുന്നതിനു വേണ്ടി അഹോരാത്രം പരിശ്രമിക്കുകയും തൻ്റെ ജീവിതം മുഴുവൻ അതിനുവേണ്ടി ഒഴിഞ്ഞുവെക്കുകയും ചെയ്തു. അവസാനം തൻ്റെ മരണത്തിന് മണിക്കൂറുകൾക്ക് മുമ്പ് സമീപഭാവിയിൽ മനുഷ്യ സമൂഹം നേരിടാൻ പോകുന്ന ഭയാനകമായ വിപത്തുകളെ എങ്ങനെ ദൂരീകരിക്കാമെന്നും സമൂഹങ്ങളും സമുദായങ്ങളും തമ്മിൽ എങ്ങനെ സാഹോദര്യ ബന്ധം സംജാതമാക്കാമെന്നും എങ്ങനെ ഐക്യവും അനുകമ്പയും മനുഷ്യർക്കിടയിൽ ഉണ്ടാക്കിയെടുക്കാമെന്നും വിവരിച്ചുകൊണ്ട് തൻ്റെ ചിന്തകളും മാർഗങ്ങളും തനിക്ക് ദൈവം നൽകിയിരിക്കുന്ന മാർഗങ്ങളും വിവരിച്ചുകൊണ്ട് മൈത്രി സന്ദേശം എന്ന പേരിൽ ഒരു ഗ്രന്ഥമെഴുതി മണിക്കൂറുകൾക്ക് ശേഷമാണ് അദ്ദേഹം ഈ ലോകത്ത് നിന്ന് വിട പറയുന്നത്. ഇതിൽ നിന്ന് മനുഷ്യ സമൂഹത്തെ ആ മഹാത്മാവ് എത്രമാത്രം സ്നേഹിച്ചുവെന്നും മാനവ ഐക്യത്തിനു വേണ്ടി അദ്ദേഹം എങ്ങനെ നിലകൊണ്ടുവെന്നും മനുഷ്യ സമൂഹത്തിൻ്റെ ഭാവിയെക്കുറിച്ച് അദ്ദേഹത്തിന് എത്രമാത്രം ഉത്കണ്ഠയും പ്രതീക്ഷയുമാണ് ഉണ്ടായിരുന്നത് എന്ന് നമുക്ക് ഊഹിക്കാവുന്നതാണ്. അദ്ദേഹത്തിൻ്റെ മരണത്തിന് ശേഷം അദ്ദേഹത്തിൻ്റെ പ്രതിപുരുഷന്മാരായ അല്ലെങ്കിൽ ആത്മീയ പ്രതിപുരുഷന്മാർ അദ്ദേഹത്തിൻ്റെ ഈ സന്ദേശത്തെ മുറുകെ പിടിച്ചുകൊണ്ട് അഹമ്മദിയ മുസ്ലിം ജമാഅത്തിനെ നയിക്കുകയുണ്ടായി. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ ചുരുക്കം എന്ന് പറയുന്നത് ലവ് ഫോർ, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ജീവിത സന്ദേശത്തിൻ്റെ ചുരുക്കം എന്ന് പറയുന്നത് ലവ് ഫോർ ഓൾ, ഹേറ്റഡ് ഫോർ നൺ എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു സന്ദേശത്തെ മുറുകെ പിടിച്ചുകൊണ്ട് ഇന്ന് അഹമ്മദിയ മുസ്ലിം ജമാഅത്ത്, ഇപ്പോഴത്തെ അഹമ്മദിയ മുസ്ലിം ജമാഅത്തിൻ്റെ ആഗോള നേതാവ് ഹസ്രത്ത് മീർസ മസ്റൂർ അഹമ്മദ് സാഹിബിൻ്റെ നേതൃത്വത്തിൽ ലോകത്ത് 200-ലധികം രാജ്യങ്ങളിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. അദ്ദേഹം ഇന്ന് ലോകത്ത് ശാന്തിയും സമാധാനവും ഊട്ടിയുറപ്പിക്കുന്നതിനും സമൂഹങ്ങൾക്കിടയിൽ ഐക്യവും രഞ്ജിപ്പും ഉണ്ടാക്കുന്നതിനും സാഹോദര്യ ബന്ധങ്ങൾ ഊട്ടിയുറപ്പിക്കുന്നതിനും വേണ്ടി അഹോരാത്രം പരിശ്രമിച്ചു കൊണ്ടിരിക്കുകയും എല്ലാ നിലയിലും തന്നെ ലോക നേതാക്കന്മാർക്ക്, രാഷ്ട്രീയ നേതാക്കന്മാർക്ക്, മതനേതാക്കന്മാർക്ക് കത്തുകൾ അയച്ചുകൊണ്ടും ലോകം നേരിടുന്ന ഭയാനകമായ വിപത്തിൽ നിന്ന് ലോകത്തെ രക്ഷിക്കുന്നതിന് ഓരോ മനുഷ്യരും അവരുടെ ഉത്തരവാദിത്വം എങ്ങനെ
നിറവേറ്റണം എന്നതിനെക്കുറിച്ചും വിവരിച്ചുകൊണ്ട് അതിന് പരിശ്രമിച്ചുകൊണ്ട് തൻ്റെ ജീവിതം കഴിച്ചുകൂട്ടിക്കൊണ്ടിരിക്കുന്നു. ഒരുപക്ഷെ അഹമ്മദിയ മുസ്ലിം ജമാഅത്തിൻ്റെ ഈ വിശ്വാസാദർശങ്ങളെക്കുറിച്ച് ഞാൻ നിങ്ങളോട് പറയുമ്പോൾ നിങ്ങളിൽ ചിലരെങ്കിലും ധരിക്കാം ഒരുപക്ഷെ ഇതൊരു നവീനമായ വിശ്വാസം, ഒരു പുതിയ വിശ്വാസം, ഒരു പുതിയ ആദർശം ലോകത്ത് സമർപ്പിക്കുന്നതാണ് എന്ന്. എന്നാൽ അങ്ങനെ അല്ല, അല്ലെങ്കിൽ അത് ശരിയല്ല. മറിച്ച് ഇത് 1400 വർഷങ്ങൾക്ക് മുമ്പ് പ്രവാചക പ്രഭു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി ലോകത്തിന് നൽകിയ അധ്യാപനമാണ്. എന്നാൽ ആ പ്രവാചകൻ തന്നെ ആ കാലത്ത് തന്നെ 1400 വർഷങ്ങൾക്ക് മുമ്പ് തന്നെ പ്രവചനം ചെയ്യുകയുണ്ടായി, ദീർഘദർശനം ചെയ്യുകയുണ്ടായി. ഒരു കാലം വരുന്നതാണ് ഈ അധ്യാപനങ്ങളുടെ, എൻ്റെ അധ്യാപനങ്ങളുടെ, ഞാൻ നൽകിയ അധ്യാപനങ്ങളുടെ വക്താക്കൾ എന്ന് പറയുന്നവർ, അതിൻ്റെ അവകാശികളെന്ന് അവകാശവാദം ഉന്നയിക്കുന്നവർ ഇതെല്ലാം തന്നെ വിസ്മരിക്കുകയും ഇതെല്ലാം കാർത്തിക നക്ഷത്രം വരെ ഉയർന്നു പോവുകയും ഹൃദയങ്ങളിൽ നിന്നെല്ലാം പൂർണ്ണമായും ഇത് ശൂന്യമാവുകയും ചെയ്യും. ആ സമയത്ത് എൻ്റെ പ്രതിപുരുഷനായി ഒരാൾ നിയോഗിക്കപ്പെടുകയും അദ്ദേഹത്തിലൂടെ എൻ്റെ അധ്യാപനങ്ങൾ വീണ്ടും ലോകത്ത് സ്ഥാപിതമാവുകയും അതിൻ്റെ പുനരുജ്ജീവനം നടക്കുകയും ചെയ്യുന്നതാണ് എന്ന് അദ്ദേഹം പ്രവചനം ചെയ്യുകയുണ്ടായി. അഹമ്മദിയ മുസ്ലിം ജമാഅത്ത് വിശ്വസിക്കുന്നത് പ്രവാചകൻ്റെ ആ പ്രവചനം അഹമ്മദിയ മുസ്ലിം ജമാഅത്തിൻ്റെ സ്ഥാപകരിൽ പൂർത്തിയായിരിക്കുന്നു എന്നുള്ളതാണ്. കാരണം മനുഷ്യരെല്ലാവരും ഒന്നാണ് എന്നും അവരെ വ്യത്യസ്തമായ ഗോത്രങ്ങളും വംശങ്ങളും വ്യത്യസ്തമായിരിക്കുന്ന പ്രദേശങ്ങൾ ആക്കപ്പെടുകയും ചെയ്തിരിക്കുന്നത് അവരെ തിരിച്ചറിയപ്പെടുന്നതിന് വേണ്ടി മാത്രമാണ് എന്ന് വിശുദ്ധ ഖുർആൻ പറയുന്നു. അതോടൊപ്പം തന്നെ പ്രവാചകൻ പറയുകയുണ്ടായി, മനുഷ്യരെല്ലാവരും ഒന്നാണ്. കറുത്തവന് വെളുത്തവനേക്കാളോ, വെളുത്തവന് കറുത്തവനേക്കാളോ, അറബിക്ക് അനറബിയേക്കാളോ, അനറബിക്ക് അനറബിയേക്കാളോ ഒരു ശ്രേഷ്ഠതയുമില്ല. ചീർപ്പിൻ്റെ പല്ലുകൾ എങ്ങനെ തുല്യമായിരിക്കുന്നുവോ അതുപോലെ എല്ലാ മനുഷ്യരും തുല്യരാണ് എന്ന് പ്രവാചകൻ പറയുകയുണ്ടായി. മറ്റൊരവസരത്തിൽ പ്രവാചകൻ പറഞ്ഞു, സകല സൃഷ്ടികളും ദൈവത്തിൻ്റെ, അള്ളാഹുവിൻ്റെ കുടുംബമാണ്. നിങ്ങളിൽ ഏറ്റവും ഉത്തമനായവൻ ആരാണോ ദൈവത്തിൻ്റെ സൃഷ്ടികളോട് ഏറ്റവും നന്നായി പെരുമാറുന്നവന് അയാളാണ്. വസുദൈവ കുടുംബകം എന്ന ഭാരതത്തിൻ്റെ ആദർശത്തോട് ഏറെ ചേർന്ന് നിൽക്കുന്ന പ്രവാചക അധ്യാപനമാണ് ഇത്. ചുരുക്കത്തിൽ വിശുദ്ധ ഖുർആൻ്റെയും പ്രവാചകൻ്റെ ജീവിതവും എന്ന് പറയുന്നത് ഒരുപോലെയാണ്, അല്ലെങ്കിൽ അതിനെ ഒന്നിൽ നിന്ന് മറ്റൊന്നിലേക്ക് നമുക്ക് വേർപെടുത്താൻ സാധ്യമല്ല. വിശുദ്ധ ഖുർആൻ്റെ കർമ്മരൂപമാണ് പ്രവാചകൻ്റെ ജീവിതം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ പ്രവാചകൻ്റെ പത്നിയോട് ഒരിക്കൽ എന്താണ് പ്രവാചകൻ്റെ ജീവിതം എന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു, നിങ്ങൾ വിശുദ്ധ ഖുർആൻ വായിച്ചിട്ടില്ലേ? വിശുദ്ധ ഖുർആൻ തന്നെയാണ് പ്രവാചകൻ്റെ ജീവിതം എന്ന് പറഞ്ഞു. വിശുദ്ധ ഖുർആൻ ആരംഭിക്കുന്നത് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന് പറഞ്ഞുകൊണ്ടാണ്. സകല സൃഷ്ടികളെയും സൃഷ്ടിച്ചു പരിപാലിക്കുന്ന ദൈവത്തിനാണ് സർവസ്തുതിയും. എല്ലാ സൃഷ്ടികളെയും വ്യത്യസ്ത വർഗ, വർണ്ണ, ദേശ, ഭാഷകളിൽ ഉൾപ്പെട്ട എല്ലാ മനുഷ്യരെയും എല്ലാ സൃഷ്ടികളെയും സൃഷ്ടിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്ന ദൈവം. ആ സൃഷ്ടാവ്, ആ ദൈവം സൃഷ്ടിപ്പിൽ അവൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് സൃഷ്ടികളെ ഏറ്റവും നിസ്സാരമായ അവസ്ഥയിൽ നിന്ന് സൃഷ്ടിച്ച് അതിൻ്റെ പരിപൂർണതയിലേക്ക് എത്തിക്കുന്നു. ഒരു മനുഷ്യനെ എത്ര നിസ്സാരമായ അവസ്ഥയിൽ നിന്ന് സൃഷ്ടിക്കുന്നുവോ എന്നിട്ട് മനുഷ്യനെ അവൻ്റെ ഏറ്റവും പരിപൂർണമായ അവസ്ഥയിലേക്ക് എത്തിക്കുന്നു. ഇത് ലോകത്തുള്ള സൃഷ്ടിജാലകങ്ങൾ എവിടെ നോക്കിയാലും നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. ഈ സൃഷ്ടിപ്പിലും ഈ പരിപാലനത്തിലും ഒരു വിവേചനവും ദൈവം കാണിച്ചിട്ടില്ല. വായു, വെള്ളം, സൂര്യൻ, ചന്ദ്രൻ, ആഹാരം, ഇതെല്ലാം തന്നെ, ഊർജം, ഇതെല്ലാം തന്നെ എല്ലാവർക്കും തുല്യമായി നൽകിയിരിക്കുന്നു. ഹിന്ദുവിനെന്നോ മുസ്ലിമിനെന്നോ നിരീശ്വരവാദിക്കെന്നോ ആഫ്രിക്കക്കാരനെന്നോ അമേരിക്കക്കാരനെന്നോ ഒരു വ്യത്യാസവുമില്ല, എല്ലാവർക്കും ഒരേപോലെ നൽകിയിരിക്കുന്നു. അപ്പോൾ മനുഷ്യൻ്റെ ഭൗതികമായ സൃഷ്ടിപ്പിൽ അല്ലെങ്കിൽ ക്ഷണികമായിരിക്കുന്ന ഇഹലോക ജീവിതത്തിൽ ഈ ലോകത്ത് ജീവിക്കുന്നതിനു വേണ്ടിയുള്ള സംവിധാനം ഇത്തരത്തിൽ ഒരുക്കി നൽകിയ ദൈവം, അതിലൊരു വിവേചനവും കാണിക്കാത്ത ദൈവം, അതിലൊരു വിവേചനവും കാണിക്കാത്ത അല്ലാഹു മനുഷ്യൻ്റെ ആത്മീയമായ പുരോഗതിയിൽ, ആത്മീയമായ ജീവിതത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള വിവേചനം കാണിച്ചു എന്ന് നമുക്ക് എങ്ങനെ പറയാൻ സാധിക്കും? ഒരിക്കലും തന്നെ അത്തരത്തിൽ ഒരു വിവേചനം ദൈവം കാണിച്ചു എന്ന് നമുക്ക് പറയാൻ സാധ്യമല്ല. ഏതുപോലെ ഭൗതികമായ ജീവിതത്തിന്
ദൈവം എല്ലാ സംവിധാനങ്ങളും ഒരുക്കി നൽകിയോ അതുപോലെ എല്ലാ സമൂഹങ്ങളിലേക്കും മനുഷ്യൻ്റെ ആത്മീയമായ ജീവിതത്തിന്, മനുഷ്യൻ്റെ ആത്മീയമായ പ്രയാണത്തിന്, മനുഷ്യൻ്റെ ആത്മീയമായ പുരോഗതിക്ക് ദൈവം സംവിധാനം ഒരുക്കിയിട്ടുണ്ട്. ലോകത്തുള്ള എല്ലാ വേദഗ്രന്ഥങ്ങളും ഈ കാര്യത്തെ സാക്ഷ്യപ്പെടുത്തുന്നതായി നമുക്ക് കാണാവുന്നതാണ്. ഭഗവത്ഗീതയിൽ ഒരു സ്ഥലത്ത് പറയുന്നു, യഥാ യഥാ ഹി ധർമ്മസ്യ ഗ്ലാനിർഭവതി ഭാരത അഭ്യുത്ഥാനധർമ്മസ്യ തദാത്മനം സൃജാമഹം പരിത്രാണായ സാധൂനാ വിനാശായ ച ദുഷ്കൃതാം ധർമ്മസംസ്ഥാപനാർത്ഥായ സംഭവാമി യുഗേ യുഗേ. ഭാരത, എപ്പോഴെല്ലാം ധർമ്മത്തിന് തളർച്ചയും അധർമ്മത്തിന് വളർച്ചയും സംഭവിക്കുന്നുവോ അപ്പോഴെല്ലാം ഞാൻ അവതരിക്കുന്നു. സജ്ജനങ്ങളുടെ സംരക്ഷണത്തിനും അധർമ്മികളുടെ സംഹാരത്തിനും ധർമ്മം നിലനിർത്തുന്നതിനും വേണ്ടി യുഗം യുഗം തോറും ഞാൻ അവതരിക്കുന്നു. രാമായണത്തിലെ ബാലകാണ്ഡത്തിൽ രാവണ ഗുണങ്ങളുള്ള ആളുകളുടെ സംഹാരത്തിനു വേണ്ടി രാമൻ ജനിക്കുന്നതിനെക്കുറിച്ചുള്ള പരാമർശവും നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. ബൈബിളിൽ ഈ കാര്യം ഇപ്രകാരം പറയുന്നു: പിതാക്കന്മാരുടെ ദൈവമായ കർത്താവ് തൻ്റെ ജനത്തോടും വാസസ്ഥലത്തോടും കരുണ തോന്നി അവരുടെ അടുക്കലേക്ക് തുടർച്ചയായി പ്രവാചകന്മാരെ, ദൂതന്മാരെ അയച്ചുകൊണ്ടിരുന്നു. കർത്താവ് തൻ്റെ ദാസന്മാരായ പ്രവാചകന്മാരെ ഇടവിടാതെ നിങ്ങളുടെ അടുത്തേക്ക് അയച്ചുവെങ്കിലും നിങ്ങൾ അവരെ ശ്രവിക്കുക പോലും ചെയ്തില്ല. തുടർച്ചയായിട്ട് ദൈവദൂതന്മാരെ നിയോഗിച്ചുകൊണ്ടിരുന്നു എന്ന് ബൈബിളും സാക്ഷ്യപ്പെടുത്തുന്നു. വിശുദ്ധ ഖുർആൻ പറയുന്നു, വലക്കത് ദല്ല ഖബ്ലഹും അക്സറുൽ അവ്വലീൻ വലക്കത് അർസൽനാ ഫീഹിം മുൻസിരീൻ. ഇവർക്ക് മുമ്പും പൂർവികരിൽ അധിക പേരും വഴിപിഴച്ചിട്ടുണ്ട്. അപ്പോഴെല്ലാം നാം മുന്നറിയിപ്പ് നൽകുന്ന പ്രവാചകന്മാരെ അവരിലേക്ക് നിയോഗിച്ചയച്ചു. വറുസുലും ഖദ് ഖസസ്നാഹും അലൈക മിൻ ഖബ്ലു വറുസുലൻ ലം നഖ്സുസുഹും അലൈക. നിനക്ക് വിവരം നൽകുകയും നിനക്ക് വിവരം നൽകാത്തതുമായിട്ടുള്ള അനേകം പ്രവാചകന്മാരെ ഞാൻ ഈ ലോകത്ത് നിയോഗിച്ചയച്ചിട്ടുണ്ട്. ഇത്തരം അവതാര പുരുഷന്മാരെ നിയോഗിച്ചയക്കുന്നതിൽ ദൈവം ഒരു സമൂഹത്തോടും ഒരു വിവേചനവും കാണിച്ചിട്ടില്ല എന്നും എല്ലാ സമൂഹങ്ങൾക്കിടയിലും ഇത്തരത്തിലുള്ള അവതാര പുരുഷന്മാർ നിയോഗിക്കപ്പെട്ടിട്ടുണ്ട് എന്ന് വിശുദ്ധ ഖുർആൻ അർത്ഥശങ്കക്കിടയില്ലാത്ത വിധം മറ്റൊരു സ്ഥലത്ത് പറയുന്നു. വിശുദ്ധ ഖുർആൻ പറയുന്നു, വഇൻ മിൻ ഉമ്മത്തിൻ ഇല്ലാ ഖലാ ഫിഹാ നദീർ. ഒരു ദൈവീക മുന്നറിയിപ്പുകാരൻ വന്നിട്ടില്ലാത്ത ഒരു സമുദായവും കടന്നു കഴിഞ്ഞിട്ടില്ല. മറ്റൊരു സ്ഥലത്ത് പറയുന്നു, വലിക്കുല്ലി ഖൗമിൻ ഹാദ്. നിശ്ചയമായും എല്ലാ സമൂഹങ്ങളിലേക്കും ദൈവത്തിൽ നിന്നുള്ള അവതാര പുരുഷന്മാർ, മാർഗദർശകന്മാർ വന്നിട്ടുണ്ട്. 1,24,000 ഇത്തരത്തിലുള്ള ദിവ്യാത്മാക്കൾ ലോകത്ത് വന്നിട്ടുണ്ട് എന്നൊരവസരത്തിൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി. ആദം, നോഹ, അബ്രഹാം, മോസസ്, യേശു, സോളമൻ, ദാവൂദ്, സൊറാഷ്ട്രർ, കൺഫ്യൂഷ്യസ് മുതലായവരെല്ലാം ഇത്തരത്തിൽ ലോകത്തിൻ്റെ വിവിധ പ്രദേശങ്ങളിൽ അവതീർണരായ സത്യാത്മാക്കളാണ്. അതുപോലെ ഭാരതത്തിൻ്റെ പുണ്യഭൂമിയിൽ വന്ന അവതാര പുരുഷന്മാരാണ്, അല്ലെങ്കിൽ പരിശുദ്ധ പ്രവാചകന്മാരാണ് ശ്രീരാമചന്ദ്രനും ശ്രീകൃഷ്ണനും ഗൗതമ ബുദ്ധനുമെന്നാണ് അഹമ്മദിയ മുസ്ലിം ജമാഅത്ത് വിശ്വസിക്കുന്നത്. ശ്രീരാമചന്ദ്രനെ കുറിച്ച് പറയുമ്പോൾ, പ്രത്യേകിച്ചും ശ്രീരാമചന്ദ്രൻ്റെ ജീവിത മഹാത്മ്യത്തെക്കുറിച്ചു കൂടി പറയുമ്പോൾ, പ്രത്യേകിച്ച് ഈ നഗരത്തിൽ നിന്ന് പറയുമ്പോൾ അവിടെ ശ്രീകൃഷ്ണനെക്കുറിച്ച് കൂടി പരാമർശിക്കേണ്ടത് നിർബന്ധമാണ്, അല്ലെങ്കിൽ അനിവാര്യമാണ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ശ്രീകൃഷ്ണനെക്കുറിച്ച് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ പറയുകയുണ്ടായി, കാനഫിൽ ഹിന്ദി നബിയൻ അസ്വദുല്ലൗനി ഇസ്മുഹു കാഹിന. ഇന്ത്യയിൽ കാർവർണ്ണനായ ഒരു പ്രവാചകൻ വന്നിട്ടുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ പേര് കാഹിന അഥവാ കൃഷ്ണൻ എന്നായിരുന്നു. ഇന്നേക്ക് ഏകദേശം 120 വർഷങ്ങൾക്ക് മുമ്പ് അഹമ്മദിയ മുസ്ലിം ജമാഅത്തിൻ്റെ സ്ഥാപകർ നടത്തിയ ഒരു ആത്മീയ പ്രഭാഷണത്തിൽ, ഒരു ദിവ്യ പ്രഭാഷണത്തിൽ ജനങ്ങളെ അഭിസംബോധന ചെയ്തുകൊണ്ട് അദ്ദേഹം പറയുകയാണ്, ഓർത്തുകൊള്ളുക, ഇസ്ലാം ഒഴികെ മറ്റെല്ലാ മതങ്ങളും പൂർണ്ണമായും വ്യാജമാണ് എന്നല്ല എൻ്റെ അഭിപ്രായം. എല്ലാ സൃഷ്ടികളോടെയും സൃഷ്ടാവായ ദൈവത്തിന് എല്ലാവരുടെ മേലും ദൃഷ്ടിയുണ്ട് എന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. ഒരു സമുദായത്തെ അവൻ പരിഗണിക്കുകയും മറ്റുള്ളവരെ അവഗണിക്കുകയും ചെയ്യുന്ന കാര്യം സംഭവ്യമേ അല്ല. എന്നാൽ ഭരണാധികാരികളുടെ പര്യടനം പോലെ ചിലപ്പോൾ ഒരു കൂട്ടരെ പരിഗണിക്കുന്നു, ചിലപ്പോൾ മറ്റൊരു സമുദായത്തെ പരിഗണിക്കുന്നു എന്നത്
തികച്ചും സത്യമായ കാര്യമാണ്. ഞാൻ ഏതെങ്കിലും ഒരു സമുദായത്തിന് വേണ്ടിയല്ല ഇത് പറയുന്നത്. ദൈവം എന്നിൽ അപ്രകാരമാണ് വെളിപ്പെടുത്തിയിരിക്കുന്നത്. ശ്രീരാമചന്ദ്രൻ, ശ്രീകൃഷ്ണൻ മുതലായവർ ദൈവത്തിൻ്റെ വരിഷ്ഠദാസരും അവനുമായി യഥാർത്ഥ ബന്ധമുള്ളവരുമായിരുന്നു. ആ മഹാത്മാക്കളെ നിന്ദിക്കുകയും അപമാനിക്കുകയും ചെയ്യുന്നവരുമായി എനിക്ക് യാതൊരു ബന്ധവുമില്ല. ആ മഹാത്മാക്കളെ നിന്ദിക്കുകയും അപമാനിക്കുകയും ചെയ്യുന്നവരുമായി എനിക്കൊരു ബന്ധവുമില്ല. സമുദ്രത്തിൻ്റെ വിശാലതയെക്കുറിച്ച് അറിവില്ലാത്ത കിണറ്റിലെ തവളകളെ പോലെയാണ് അവരുടെ ഉദാഹരണം. ആ മഹാത്മാക്കളുടെ യഥാർത്ഥ ജീവചരിത്രത്തിൽ നിന്ന് അറിയാൻ സാധിക്കുന്നത് പോലെ അവർ ദൈവത്തിൻ്റെ മാർഗത്തിൽ കഠിന പരിശ്രമം ചെയ്യുകയും ദൈവത്തിലേക്ക് എത്തിച്ചേരുന്നതിനുള്ള യഥാർത്ഥ മാർഗം പ്രാപിക്കുന്നതിനായി ശരിയായ പരിശ്രമം നടത്തുകയും ചെയ്തു. അവർ സത്യാത്മാക്കളല്ല എന്ന വിശ്വാസം വിശുദ്ധ ഖുർആന് എതിരാണ്. വിശുദ്ധ ഖുർആൻ പറയുന്നു, വഇൻ മിൻ ഉമ്മത്തിൻ ഇല്ലാ ഖലാ ഫീഹാ നദീർ. ഒരു താക്കീതുകാരൻ വന്നിട്ടില്ലാത്ത ഒരു സമൂഹവും ലോകത്ത് കടന്നു കഴിഞ്ഞിട്ടില്ല. മറ്റൊരവസരത്തിൽ അദ്ദേഹം എഴുതുകയുണ്ടായി, ഹസ്രത്ത് മൂസ, ഹസ്രത്ത് ഈസ പോലുള്ള മറ്റു പ്രവാചകന്മാരെല്ലാവരും തന്നെ പരിശുദ്ധരും സത്യാത്മാക്കളും ദൈവത്തിൻ്റെ വരിഷ്ഠദാസരുമായിരുന്നു. അതുപോലെ തന്നെയാണ് ആർഷഭാരതഭൂമിയിൽ പരിശുദ്ധ അധ്യാപനങ്ങൾ നൽകിയ മഹാത്മാക്കളും പിന്നീട് വന്ന ശ്രീരാമചന്ദ്രനും ശ്രീകൃഷ്ണനും അവർ പരിശുദ്ധരും ദൈവത്തിൻ്റെ അനുഗ്രഹം ലഭിച്ചവരിൽ ഉൾപ്പെട്ടവരുമായിരുന്നു. ഭാരതം എന്ന് പറയുന്നത് ഋഷിമാരുടെയും മുനിമാരുടെയും നാടാണ്. ഭാരതം എന്ന് പറയുന്നത് ആധ്യാത്മികതയുടെ കേന്ദ്രമാണ്. ഭാരതം എന്ന് പറയുന്നത് എല്ലാ കാലഘട്ടത്തും ആത്മീയ പുരുഷന്മാർ വരികയും ഋഷിമാരും മുനിമാരും വരികയും അവർ ദൈവത്തിൻ്റെ സന്ദേശങ്ങൾ നൽകുകയും ചെയ്ത പ്രദേശമാണ്. അതുകൊണ്ട് തന്നെ ഈ എല്ലാ സത്യാത്മാക്കളെയും അവരെ എല്ലാവരെയും വിശ്വസിക്കുകയും ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യണമെന്നാണ് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നത്. വിശുദ്ധ ഖുർആൻ ഒരു വ്യാഖ്യാനത്തിനും ഇട നൽകാതെ വിശുദ്ധ ഖുർആൻ പറയുന്നു, ആമന റസൂലു ബിമാ ഉൻസില ഇലൈഹി വൽ മുഅ്മിനൂൻ കുല്ലുൻ ആമന ബില്ലാഹി വമലായികതിഹി വകുതുബിഹി വറുസുലി ലാ നുഫർരിഖു ബൈന അഹദിൻ മിർ റുസുലി. പ്രവാചകൻ, അതായത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഇവരിലെല്ലാവരിലും വിശ്വസിക്കുന്നു. അതുപോലെ തന്നെ ആരാണോ പ്രവാചകനിൽ വിശ്വസിക്കുന്നത് അവരും വിശ്വസിക്കുന്നു. ഇവരിലെല്ലാവരിലും വിശ്വസിക്കുന്നു. എല്ലാ വേദഗ്രന്ഥങ്ങളിലും വിശ്വസിക്കുന്നു. അതുപോലെ തന്നെ ദൈവത്തിൻ്റെ മാലാഖമാരിൽ വിശ്വസിക്കുന്നു. ദൈവത്തിൽ നിന്ന് അവതീർണരായ അവതാര പുരുഷന്മാരിൽ വിശ്വസിക്കുന്നു. എന്നിട്ട് അവർ പറയുന്നു, ഈ അവതാര പുരുഷന്മാർക്കിടയിൽ, ദൈവത്താൽ നിയോഗിക്കപ്പെട്ട ഈ സത്യാത്മാക്കൾക്കിടയിൽ ഞങ്ങൾ ഒരു തരത്തിലുള്ള വ്യത്യാസവും കൽപ്പിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം, അഹമ്മദിയ മുസ്ലിം ജമാഅത്തിനെ സംബന്ധിച്ചിടത്തോളം, ശ്രീകൃഷ്ണൻ എന്ന് പറയുമ്പോൾ ഞങ്ങൾ അലൈഹിസ്സലാം, ദൈവത്തിൻ്റെ സമാധാനം അദ്ദേഹത്തിലുണ്ടാവട്ടെ എന്ന് പറയുന്നു. ശ്രീരാമൻ എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിൽ അലൈഹിസ്സലാം, ശ്രീരാമൻ അലൈഹിസ്സലാം, ദൈവത്തിൻ്റെ സമാധാനം അദ്ദേഹത്തിൽ ഉണ്ടാകട്ടെ എന്ന് പറയുന്നു. എന്തുമാത്രമല്ല, അഹമ്മദിയ മുസ്ലിം ജമാഅത്തിൻ്റെ വാർഷിക സമ്മേളനം ആരംഭിച്ചിട്ട് ഇന്നേക്ക് ഏകദേശം 130 വർഷങ്ങൾ കഴിഞ്ഞു. 1891 അഹമ്മദിയ ജമാഅത്തിൻ്റെ സ്ഥാപകർ ആദ്യമായി വാർഷിക സമ്മേളനം സംഘടിപ്പിക്കുന്നത്. അതെല്ലാ രാജ്യങ്ങളിലും അതിൻ്റെ കേന്ദ്രങ്ങളിൽ സംഘടിപ്പിക്കാറുണ്ട്. ഇന്ത്യയിലെ പഞ്ചാബിൽ, കാദിയാനിൽ വർഷം തോറും അത് സംഘടിപ്പിക്കാറുണ്ട്. യു കെയിൽ സംഘടിപ്പിക്കുന്ന ഈ ഇസ്ലാമിക കൺവെൻഷൻ എന്ന് പറയുന്നത് യൂറോപ്പിലെ തന്നെ ഏറ്റവും വലിയ ഇസ്ലാമിക കൺവെൻഷനാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള കൺവെൻഷനുകളിലെല്ലാം തന്നെ 100 വർഷമായി, ഞാൻ ഈ 100 വർഷമായി എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞതുപോലെ ഇതൊരു പ്രത്യേക സാഹചര്യത്തിൽ ഉയർന്നു വന്നു. 100 വർഷമായി ഞങ്ങൾ ഉയർത്തുന്ന ഒരു മുദ്രാവാക്യം എന്ന് പറയുന്നത് ശ്രീരാമചന്ദ്രൻ കീ ജയ്, ശ്രീകൃഷ്ണൻ കീ ജയ് എന്നുള്ളതാണ്. അതുപോലെ തന്നെ ബാബാ നാനക് കീ ജയ് എന്നും യേശു കീ ജയ് എന്നും നമ്മൾ പറയുന്നു. അപ്പോൾ ഈ എല്ലാ പ്രവാചകന്മാരെയും, ഈ ദൈവത്താൽ നിയോഗിതരായ ഈ സത്യാത്മാക്കളെ മുഴുവൻ അവരെ ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യണമെന്നുള്ളതാണ് വിശുദ്ധ ഖുർആൻ്റെ അധ്യാപനം എന്ന് പറയുന്നത്. പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്ന അധ്യാപനം അതാണെന്നുള്ളതാണ്. ഞാൻ പ്രവാചകൻ്റെ ജീവിതത്തിലെ ഒരു സംഭവം നിങ്ങളെ കേൾപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. പ്രവാചകൻ്റെ ജീവിതത്തിൽ ഒരിക്കൽ പ്രവാചകൻ മക്കയുടെ അടുത്ത പ്രദേശമായ തായിഫ് എന്ന് പറയുന്ന നാട്ടിലേക്ക് തൻ്റെ ദിവ്യ ദൗത്യവുമായി ചെല്ലുകയുണ്ടായി. പക്ഷേ അവിടെയുള്ള ജനങ്ങൾ അദ്ദേഹത്തിൻ്റെ സന്ദേശത്തെ സ്വീകരിച്ചില്ല. ചരിത്രത്തിൽ പറയപ്പെടുന്നത് അദ്ദേഹത്തെ
അവിടെ നിന്ന് കല്ലെറിഞ്ഞ് ഓടിച്ചു എന്നുള്ളതാണ്. കല്ലെറിഞ്ഞ് അവിടെ നിന്ന് ഓടിയ പ്രവാചകൻ ഒരു മുന്തിരിത്തോപ്പിൽ അഭയം തേടുകയുണ്ടായി. പ്രവാചകനെ കുറിച്ച് പറയുന്നത് കല്ലെറിഞ്ഞത് മൂലം രക്തം ധാരധാരയായി ഒഴുകുകയും അദ്ദേഹത്തിൻ്റെ പാതുകത്തിൽ പോലും രക്തം തളം കെട്ടി നിന്നിരുന്നു എന്നുള്ളതാണ്. പ്രവാചകൻ്റെ ആ നിസ്സഹായമായ അവസ്ഥ കണ്ട് ആ തോട്ടത്തിൻ്റെ ഉടമകൾ അവരുടെ ഒരു ഭൃത്യൻ്റെ കയ്യിൽ ഒരു പാത്രത്തിൽ പഴച്ചാറ് കൊടുത്തയക്കുകയുണ്ടായി. ആ പഴച്ചാറ് വാങ്ങിച്ച് ദൈവനാമത്തിൽ അത് പാനം ചെയ്യുകയും അതോടൊപ്പം ആ ഭൃത്യനോട് പ്രവാചകൻ കുശലാന്വേഷണം നടത്തുകയും ചെയ്തു. ചോദിച്ചു, താങ്കൾ ആരാണ്? അപ്പോൾ ആ ഭൃത്യൻ പറഞ്ഞു, എൻ്റെ പേര് അദ്ദാസ് എന്നാണ്, ഞാൻ നിനേവക്കാരനാണ്. അപ്പോൾ പ്രവാചകൻ പ്രതിവചിച്ചു, എൻ്റെ സഹോദരൻ യോനയുടെ നാട്ടുകാരനാണ്. നിനേവക്കാരനായ യോന എങ്ങനെയാണ് താങ്കളുടെ സഹോദരനാവുക എന്ന് പ്രവാചകനോട് ചോദിക്കുകയുണ്ടായി. അപ്പോൾ പ്രവാചകൻ പറഞ്ഞു, ഞാനും ദൈവത്താൽ നിയോഗിക്കപ്പെട്ട പ്രവാചകനാണ്, അദ്ദേഹവും ദൈവത്താൽ നിയോഗിക്കപ്പെട്ട പ്രവാചകനാണ്. നിനേവക്കാരനായ യോന പ്രവാചകന്റെ സഹോദരനായിരുന്നുവെങ്കിൽ ആർഷഭാരതഭൂമിയിൽ വന്ന ശ്രീരാമചന്ദ്രൻ പ്രവാചകന്റെ സഹോദരനായിരുന്നു എന്ന് പറയുന്നതിൽ അശേഷം സംശയിക്കേണ്ടതില്ല. പ്രവാചക സ്നേഹം എന്ന് പറയുന്നത് നമുക്കെല്ലാവർക്കും അറിയാം. പ്രത്യേകിച്ച് മുസ്ലിങ്ങളിലെ പ്രവാചക സ്നേഹം വളരെ പ്രസിദ്ധമാണ്. പക്ഷേ ആ പ്രവാചക സ്നേഹം പൂർത്തിയാകുന്നത് ഈ പ്രവാചകന്റെ എല്ലാ സഹോദരന്മാരെ കൂടി ഉൾപ്പെടുത്തുമ്പോഴാണ്. അവരെ എല്ലാവരെയും കൂടി ഉൾപ്പെടുത്തുമ്പോഴാണ് ആ സ്നേഹം അതിൻ്റെ പരിപൂർണതയിൽ എത്തുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ ഈ മഹാത്മാക്കളെ എല്ലാവരെയും ആദരിക്കുകയും ബഹുമാനിക്കുകയും അവർ നൽകിയ ദിവ്യ സന്ദേശം തങ്ങളുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ വേണ്ടി ശ്രമിക്കുകയുമാണ് ചെയ്യേണ്ടത്. അഹമ്മദിയ മുസ്ലിം ജമാഅത്തിൻ്റെ സ്ഥാപകർ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ, അദ്ദേഹത്തിൻ്റെ മരണത്തിന് തൊട്ടു മുമ്പ് എഴുതിയ മൈത്രി സന്ദേശം എന്ന ഗ്രന്ഥത്തിൽ അദ്ദേഹം പറയുകയുണ്ടായി, ഏതൊരു നാട്ടിലെ ജനങ്ങളാണോ അവരുടെ ഋഷിമാരെയും മുനിമാരെയും ദൈവനിയോഗിതരെയും ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യാത്തത്, അവരെ നിന്ദിക്കുകയും അപമാനിക്കുകയും അവരെക്കുറിച്ച് തെറ്റായ കാര്യങ്ങൾ പറയുകയും ചെയ്യുന്നത്, അവരൊരിക്കലും ആ സമൂഹങ്ങൾക്ക് ഒരിക്കലും തന്നെ സമാധാന ജീവിതം സാധ്യമല്ല. അതുകൊണ്ട് തന്നെ എപ്പോഴും എല്ലാ സത്യാത്മാക്കളെയും അവരെ എല്ലാവരെയും സ്വീകരിക്കുകയും എല്ലാവരെയും വിശ്വസിക്കുകയും എല്ലാവരെയും ആദരിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് ലോകത്ത് സമാധാനം നിലനിർത്തുന്നതിനുള്ള ഏറ്റവും വലിയ മാർഗം. എന്ന് മാത്രമല്ല, സമാധാനം എന്ന് പറയുന്നത് ഹൃദയശാന്തി എന്നുള്ള, മനുഷ്യൻ്റെ ഹൃദയത്തിൽ സമാധാനം കരസ്ഥമാക്കുന്നതിനുള്ള മാർഗം എന്ന് പറയുന്നത് ഈ സത്യാത്മാക്കളെ എല്ലാവരെയും സ്വീകരിക്കുകയും ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുക എന്നുള്ളതാണ്. ഈ ഒരു കാര്യത്തിൽ അഹമ്മദിയ മുസ്ലിം ജമാഅത്തിൻ്റെ സ്ഥാപകർ ലോകത്തെ ഉപദേശിച്ചുകൊണ്ട് പറയുകയുണ്ടായി. അദ്ദേഹം പറഞ്ഞു, ഞങ്ങൾ ഇതര സമുദായങ്ങളിലെ പ്രവാചകന്മാരെ ഒരിക്കലും നിന്ദിക്കുന്നില്ല, മറിച്ച് ലോകത്ത് പല കാലഘട്ടങ്ങളിലായി വിവിധ ജാതികൾക്കിടയിൽ ആഗതരായിട്ടുള്ള സകല പ്രവാചകന്മാരെയും വിശ്വസിച്ചാദരിക്കുകയാണ് ചെയ്യുന്നത്. ആ മഹാത്മാക്കളിൽ കോടിക്കണക്കിനായ ജനങ്ങൾ വിശ്വസിക്കുകയും അവരുടെ പേരിൽ ലോകത്തിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് ഒരു ജനവിഭാഗം സ്നേഹ ബഹുമാനങ്ങൾ അർപ്പിക്കുകയും ഈ അവസ്ഥ അനേകം യുഗങ്ങളായി തുടർന്നു വരികയും ചെയ്തത് തന്നെ ആ മഹാത്മാക്കളുടെ സത്യതയിലേക്കുള്ള മതിയായ തെളിവാണ്. എന്തുകൊണ്ടെന്നാൽ അവർ ദൈവനിയുക്തരായ സത്യപുരുഷന്മാരല്ലായിരുന്നുവെങ്കിൽ അവരുടെ പേരിൽ കോടിക്കണക്കിനായ ജനങ്ങളുടെ ഹൃദയങ്ങളിൽ സ്ഥായിയായ ഭക്തിവിശ്വാസങ്ങൾ കുടികൊണ്ടിരിക്കാൻ സാധ്യതയുണ്ടാകുമായിരുന്നില്ല. ദൈവം നിയോഗിച്ചയക്കുന്ന മഹാത്മാക്കൾക്കുണ്ടാകുന്ന തരത്തിലുള്ള സ്വീകാര്യതയും ബഹുമാനവും അന്യർക്കും സിദ്ധിക്കുന്നതിന് ആ ഭക്തവത്സലനായ ദൈവം ഒരിക്കലും ഇടനൽകുകയില്ല. ഒരു കള്ളവാദി സത്യപ്രവാചകനെ പോലെ അഭിനയിച്ച് അവരുടെ സ്ഥാനത്തു കയറുന്നതിനു ഭാവിക്കുന്ന പക്ഷം അവൻ താമസിയാതെ തന്നെ നാശമടയുന്നതാണ്. ദൈവികമായ സ്ഥാനത്തേക്ക് അല്ലെങ്കിൽ ദൈവം നിയോഗിക്കാത്ത ഒരു സ്ഥാനത്തേക്ക് ഒരാൾ കയറിയിരിക്കുക എന്ന് പറയുന്നത് അത്തരം ആളുകളെ ദൈവം തന്നെ നശിപ്പിച്ചു കളയുന്നതാണ്. അപ്പം അതുകൊണ്ട് തന്നെ ഈ സത്യാത്മാക്കളെ എല്ലാവരെയും ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്നതിലൂടെ സമൂഹങ്ങൾക്കിടയിലുള്ള ആദരവും ബഹുമാനവും വർദ്ധിക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അദ്ദേഹം ഭാവിയെ മുൻനിർത്തിക്കൊണ്ട് ലോകത്തിൻ്റെ മുമ്പിൽ പറയുകയുണ്ടായി. അതിന് അദ്ദേഹം ഇന്ത്യയിലെ ഒരു ഉദാഹരണം നൽകുകയുണ്ടായി. ഇന്ത്യയിലെ ഉദാഹരണം എന്ന് പറയുമ്പോൾ പൊതുവിൽ അത് മുഴു ലോകത്തിലേക്കും
പ്രയോഗവൽക്കരിക്കാവുന്ന ഒരു കാര്യമാണ്. അദ്ദേഹം പറഞ്ഞു, ഹിന്ദുക്കളും മുസ്ലിങ്ങളും ഈ രാജ്യത്തിലെ രണ്ട് അവിഭാജ്യ ഘടകങ്ങളാണ്. അതുകൊണ്ട് തന്നെ ഹിന്ദുക്കളെല്ലാവരും ഒരുമിച്ച് കൂടിക്കൊണ്ട് ഒരു ദിവസം മുസ്ലിങ്ങളെ ഇവിടെ നിന്ന് പുറത്താക്കി കളയാമെന്നോ, മുസ്ലിങ്ങളെല്ലാവരും ഒരുമിച്ച് കൂടിക്കൊണ്ട് ഹിന്ദുക്കളെ പുറത്താക്കി കളയാമെന്നോ ചിന്തിക്കുന്നത് ഒരു മിഥ്യാധാരണയാണ്. മറിച്ച് ഈ രണ്ട് സമൂഹങ്ങൾ തമ്മിലുള്ള ബന്ധം എന്ന് പറയുന്നത് അഭേദ്യമായ നിലയിൽ ബന്ധപ്പെട്ട് നിൽക്കുന്നതാണ്. അതുകൊണ്ട് ഒരു സമൂഹത്തിനുണ്ടാകുന്ന കഷ്ടനഷ്ടങ്ങളിൽ മറ്റുള്ളവർക്കും അത് സഹിക്കേണ്ടതായിട്ട് വരുന്നതാണ്. ഒരു സമൂഹത്തിനുണ്ടാകുന്ന അഭിവൃദ്ധി മറ്റുള്ളവർക്കും ഉണ്ടാകുന്നതാണ്. ഇത് കേവലം ഹിന്ദുക്കളുടെയും മുസ്ലിങ്ങളുടെയും മാത്രം ഒരു കാര്യമല്ല, മറിച്ച് ലോകത്തുള്ള ഏത് സമുദായങ്ങൾക്കിടയിലും പ്രയോഗവൽക്കരിക്കാവുന്ന ഒരു കാര്യമാണ്. നമുക്കറിയാം, നമ്മുടെ ഇന്ന് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഇത്തരത്തിലുള്ള വാദങ്ങൾ ഉയർന്നുകൊണ്ടിരിക്കുന്ന കാലഘട്ടമാണ്. നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ, ഇപ്പോൾ ഉദാഹരണമായി ഗൾഫ് രാജ്യങ്ങളിൽ നമ്മുടെ നാട്ടിൽ നിന്നും അതുപോലെ തന്നെ നമ്മുടെ രാജ്യത്തു നിന്ന് ഒരുപാട് ആളുകൾ ജോലി ചെയ്യുന്നുണ്ട്. അവിടെയുള്ള തദ്ദേശവാസികൾ അവരെല്ലാവരും കൂടി ഒരു ദിവസം ഇവിടെയുള്ള വിദേശികളെല്ലാവരെയും പുറത്താക്കി കളയാം എന്ന് പറയുന്നത് ശരിയാണോ? അതല്ലെങ്കിൽ യൂറോപ്യൻ രാജ്യങ്ങളിൽ നമ്മുടെ നാട്ടിൽ നിന്നും മറ്റ് പല രാജ്യങ്ങളിൽ നിന്ന് പലായനം ചെയ്ത ആളുകളുണ്ട്. പലപ്പോഴും തന്നെ അവിടെയുള്ള പലരും ഇത്തരം വാദമുന്നയിക്കുന്നവരുമാണ്, ഇവിടെ നിന്ന് എല്ലാവരെയും പുറത്താക്കി കളയണമെന്ന്. അപ്പോൾ അങ്ങനെ അവരെ എല്ലാവരെയും പുറത്താക്കി കളയുക എന്ന് പറയുന്നത് സാധ്യമാണോ? അപ്പോൾ ഇങ്ങനെ ഇതൊരിക്കലും തന്നെ സാധ്യമല്ല. മറിച്ച് അത്തരം സംഘർഷങ്ങളിൽ അത് കൂടുതൽ ആ സമൂഹങ്ങളെ നാശത്തിലേക്കും നഷ്ടത്തിലേക്കും കൊണ്ടെത്തിക്കുകയാണ് ചെയ്യാറുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ സമൂഹങ്ങൾക്കിടയിൽ സാഹോദര്യത്തോടു കൂടിയും മൈത്രിയോടും കൂടിയും വസിക്കണമെന്ന് ഈ സമകാലീന സാഹചര്യം നമ്മോട് പറയുകയാണ്. ആ കാര്യത്തിൽ സമൂഹങ്ങൾക്കിടയിൽ വിട്ടുവീഴ്ചയുടെ ആവശ്യമുണ്ട്. ആ വിട്ടുവീഴ്ച എങ്ങനെയായിരിക്കണം? അഹമ്മദിയ മുസ്ലിം ജമാഅത്തിൻ്റെ സ്ഥാപകർ ഇന്ത്യയിലെ തന്നെ ഒരു ഉദാഹരണം എടുത്തുകൊണ്ട് അദ്ദേഹം പറയുകയുണ്ടായി. അദ്ദേഹം മുസ്ലിങ്ങളോട് പറയുകയുണ്ടായി, നിങ്ങൾ നോക്കുക, മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം പശുമാംസം ഭക്ഷിക്കണമെന്നുള്ളത് ഏതെങ്കിലും ഒരു മതപരമായ കൽപ്പനയോ അല്ലെങ്കിൽ ഒരു നിർബന്ധമായ കാര്യമോ അല്ല. അപ്പം അതുകൊണ്ട് അദ്ദേഹം പറഞ്ഞു, നിങ്ങളെ സംബന്ധിച്ചിടത്തോളം, നിങ്ങളുടെ വിശ്വാസത്തെ സംബന്ധിച്ചിടത്തോളം പശുമാംസം ഭക്ഷിക്കുക എന്നുള്ള നിർബന്ധമായ ഒരു കാര്യമേ അല്ല. പക്ഷേ അത് നിങ്ങളുടെ സഹോദരന്, നിങ്ങളുടെ അയൽവാസിക്ക്, നിങ്ങളുടെ നാട്ടുകാരന് വിഷമവും പ്രയാസവും ഉണ്ടാക്കുന്നുവെങ്കിൽ എന്തുകൊണ്ട് നിങ്ങൾക്കത് ഉപേക്ഷിച്ചുകൂടാ? കാരണം ഇത് മതപരം നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിർബന്ധമായ ഒരു കാര്യമേ അല്ല. അതേസമയം നിങ്ങളുടെ സഹോദരന് ആ സഹോദരൻ അതിനെ ദിവ്യമായി കാണുന്നു, അതിനെ പരിശുദ്ധമായി കാണുന്നു, അവന് വിഷമം ഉണ്ടാകുന്നു. അപ്പോൾ നിങ്ങൾക്കത് എന്തുകൊണ്ട് സഹോദരന് വേണ്ടി അതിനെ ത്യജിച്ചുകൂടാ? ഇതുപോലെ അദ്ദേഹം ഹൈന്ദവ സഹോദരങ്ങളോട് പറയുകയുണ്ടായി, പ്രവാചകനെ നിന്ദിക്കുക എന്ന് പറയുന്നത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം മതപരമായോ മറ്റേതെങ്കിലും തരത്തിലോ നിർബന്ധമായിട്ടുള്ള ഒരു കാര്യമേ അല്ല. പക്ഷെ മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം അതേറെ വിഷമമുണ്ടാക്കുന്ന കാര്യമാണ്. അപ്പോൾ നിങ്ങൾ അതിൽ നിന്നും വിട്ടുനിൽക്കുകയാണ് എങ്കിൽ, അപ്പോൾ ഇങ്ങനെ വിട്ടുവീഴ്ചയിലൂടെ സാഹോദര്യ ബന്ധത്തെ കെട്ടിപ്പടുക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ് എങ്കിൽ സമൂഹങ്ങൾക്കിടയിൽ വലിയ ഐക്യമുണ്ടാകുന്നതാണ്. അത്തരത്തിലുള്ള ഐക്യം, ഞാനിത് ഹിന്ദു മുസ്ലിം എന്നുള്ളതൊരു ഉദാഹരണമായിട്ട് പറഞ്ഞു എന്നുള്ളത് മാത്രമാണ്. ഇത്തരത്തിൽ വർണ്ണവർഗ ദേശഭാഷയിടത്തിൽ വിഭജിച്ചു നിൽക്കുന്ന എല്ലാ മനുഷ്യർക്കിടയിലും പ്രയോഗവൽക്കരിക്കാൻ സാധിക്കുന്ന ഒരു പൊതുതത്വമാണ് അദ്ദേഹം ലോകത്തിൻ്റെ മുമ്പിൽ വെച്ചിട്ടുള്ളത്. കാരണം നമുക്കറിയാം, ഇന്ന് വിവരസാങ്കേതിക വിദ്യയുടെ വിസ്മയിക്കുന്ന ഈ ഒരു കാലഘട്ടത്തിൽ മനുഷ്യൻ മുമ്പെങ്ങും ഇല്ലാത്ത വിധത്തിൽ പരസ്പരം അടുത്തിട്ടുണ്ട് എങ്കിൽ പോലും മതത്തിൻ്റെയും ജാതിയുടെയും വർഗത്തിൻ്റെയും ദേശത്തിൻ്റെയും ഭാഷയുടെയും രാഷ്ട്രീയത്തിൻ്റെയും എല്ലാ പേരിൽ മുമ്പെങ്ങും ഇല്ലാത്ത വിധത്തിൽ അകന്നിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഈ കാലഘട്ടത്തിൽ നമ്മൾ ഐക്യപ്പെടുക എന്ന് പറയുന്നത്, അല്ലെങ്കിൽ സമൂഹങ്ങൾ തമ്മിൽ ദൈവീക പുരുഷന്മാരെ, ദൈവത്തിൽ നിന്ന് യോഗ്യതരായ മഹാത്മാക്കളെ ആദരിച്ചു ബഹുമാനിച്ചുകൊണ്ട് അവരുടെ കൂടെ നിന്നുകൊണ്ട് അവരുടെ അധ്യാപനങ്ങൾ ജീവിതത്തിൽ പകർത്തിക്കൊണ്ട് ഒരുമിച്ച് നിന്നുകൊണ്ട് പ്രവർത്തിക്കുക എന്ന് പറയുന്നത് വളരെ അനിവാര്യമായിട്ടുള്ള ഒരു കാലഘട്ടമാണ്. കാരണം നമുക്കറിയാം, ഇന്ന് ലോകം ഒരു ഗ്രാമമായി മാറിയിരിക്കുന്നു. ഗ്ലോബൽ വില്ലേജ് എന്നാണ് നമ്മൾ പൊതുവിൽ തന്നെ പറയുന്നത്. ലോകം ഒരു ഗ്രാമമായി മാറിയിരിക്കുകയാണ്. ഇന്ന് ലോകം ഒരു ഗ്രാമമായി മാറിയിരിക്കുന്നത് കൊണ്ട് തന്നെ ലോകത്തിൻ്റെ ഏത് ഭാഗങ്ങളിൽ ഉണ്ടാകുന്ന സംഭവങ്ങൾ നമ്മളെ എല്ലാവരെയും ബാധിക്കുന്ന ഒരു കാര്യമാണ്. ഇന്ന് ലോകം ഒരു മൂന്നാം ലോക മഹായുദ്ധത്തിൻ്റെ വക്കിൽ എത്തി നിൽക്കുകയാണ്. മലയാളത്തിലെ പ്രസിദ്ധനായ നോവലാണ് ബെന്യാമീൻ. അദ്ദേഹത്തിൻ്റെ വളരെയധികം വിറ്റഴിഞ്ഞ അല്ലെങ്കിൽ വളരെയധികം വായിക്കപ്പെട്ട ഒരു പുസ്തകമാണ് ആടുജീവിതം.
അതിൻ്റെ ക്യാപ്ഷൻ അതിൻ്റെ തുടക്കത്തിൽ എഴുതിയിരിക്കുന്നത് നമ്മൾ ജീവിക്കാത്ത ജീവിതങ്ങളെല്ലാം നമ്മെ സംബന്ധിച്ചിടത്തോളം വെറും കെട്ടുകഥകളാണ് എന്നുള്ളതാണ്. യുദ്ധങ്ങളെക്കുറിച്ച് നമ്മൾ പറയുമ്പോൾ ഒരുപക്ഷെ നമ്മളൊരിക്കലും തന്നെ, പ്രത്യേകിച്ച് കേരളത്തിലെ ജനങ്ങൾ ഒരിക്കലും ഒരു യുദ്ധം കാണുകയോ അനുഭവിക്കുകയോ യുദ്ധത്തിൻ്റെയോ പലായനത്തിൻ്റെയോ തീവ്രതയും അതിൻ്റെ വിഷമങ്ങളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും അനുഭവിക്കുകയോ ചെയ്തിട്ടില്ല. അപ്പം അതുകൊണ്ട് തന്നെ നമ്മെ സംബന്ധിച്ചിടത്തോളം അതെല്ലാം ഒരു കെട്ടുകഥകളാണ്. എന്നാൽ ഇന്ന് ലോകം മാറിയിരിക്കുന്നു. രണ്ടാം ലോക മഹായുദ്ധത്തെക്കുറിച്ച് പറയുന്നത് അത് ഒരു സാമ്പ്രദായിക യുദ്ധമായിരുന്നു. ഹിരോഷിമയിലും നാഗസാക്കിയിലും ആറ്റം ബോംബ് വർഷിച്ച 2 സംഭവങ്ങൾ മാറ്റി നിർത്തിയാൽ രണ്ടാം ലോക മഹായുദ്ധം എന്ന് പറയുന്നത് ഒരു സാമ്പ്രദായിക യുദ്ധമായിരുന്നു. അതായത് സൈന്യങ്ങൾ തമ്മിൽ പരസ്പരം ഏറ്റുമുട്ടുന്ന യുദ്ധമായിരുന്നു. എന്നിട്ട് പോലും ഔദ്യോഗികമായ കണക്കുകൾ അനുസരിച്ച് 62 ദശലക്ഷം, യഥാർത്ഥത്തിലുള്ള കണക്ക് അതിനേക്കാൾ എത്രയോ അപ്പുറമാണ്, 62 ദശലക്ഷം ആളുകൾ രണ്ടാം ലോക മഹായുദ്ധത്തിൽ കൊല്ലപ്പെടുകയുണ്ടായി. പക്ഷേ അതിൽ ഏറെ ദുഃഖകരമായ കാര്യം എന്ന് പറയുന്നത് 40 ദശലക്ഷം ആളുകൾ സാധാരണ മനുഷ്യരായിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ ലോകത്ത് ഒരു യുദ്ധമുണ്ടായാൽ അതിൽ കൊല്ലപ്പെടുന്നത് എപ്പോഴും സാധാരണമായിട്ടുള്ള മനുഷ്യരാണ്. ഇന്ന് ലോകം ഒരാഗോള ഗ്രാമമായിരിക്കുമ്പോൾ അതിൻ്റെ തീവ്രത ഏതെങ്കിലും ഒരു പ്രദേശത്ത് മാത്രം ഒതുങ്ങി നിൽക്കുന്നതായിരിക്കുകയില്ല. മറിച്ച് മുഴു ലോകത്തേക്കും എല്ലാ മനുഷ്യരും അത് അനുഭവിക്കുന്നതാണ്. കൊറോണ അതിൻ്റെ ഒരു ഉദാഹരണം നമ്മുടെ മുമ്പിൽ കാണിച്ചിട്ടുണ്ട്. നമുക്കൊരു മാതൃക നമ്മുടെ മുമ്പിൽ നിൽക്കുന്നുണ്ട്. ചൈനയിലെ, വിദൂരമായ ചൈനയിലെ ഒരു പ്രദേശത്ത് പൊട്ടിപ്പുറപ്പെട്ട ഒരു വൈറസ് നമ്മുടെ നാടിനെയും നമ്മെ ഓരോരുത്തരെയും നമ്മുടെ കുടുംബത്തെയും എങ്ങനെ ബാധിച്ചു എന്നുള്ള കാര്യം നമുക്കേവർക്കും അറിയാവുന്നതാണ്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു സാഹചര്യത്തിൽ ലോകത്തൊരു യുദ്ധമുണ്ടാവുക എന്ന് പറയുന്നത് അത് എല്ലാ മനുഷ്യരെയും ബാധിക്കുന്ന ഒരു പ്രശ്നമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൽ നിന്ന് ലോകത്തെ രക്ഷിക്കുക എന്ന് പറയുന്നത് ഇന്ന് മനുഷ്യ സമൂഹത്തിലെ ഓരോരുത്തരുടെയും ഉത്തരവാദിത്വമാണ്. അത് നമുക്ക് എങ്ങനെ സാധിക്കുമെന്നുള്ളതാണ്. അതിനുള്ള മാർഗം എന്ന് പറയുന്നത് ശാന്തിയുടെയും സമാധാനത്തോടും കൂടി ജീവിക്കുക എന്നുള്ളതാണ്. അതിന് ദൈവത്താൽ നിയോഗിക്കപ്പെട്ട മഹാത്മാക്കളെ ആദരിക്കുകയും ബഹുമാനിക്കുകയും അവർ കാണിച്ചു തന്ന മാർഗത്തിലൂടെ സഞ്ചരിക്കുകയും ചെയ്യേണ്ടത് അനിവാര്യമാണ്. പക്ഷേ ചെറിയ ചെറിയ സംഘർഷങ്ങളിൽ നിന്നാണ് വലിയ സംഘർഷങ്ങൾ ഉടലെടുക്കുന്നത്, വലിയ യുദ്ധങ്ങൾ ഉണ്ടാകുന്നത്. ഒന്നാം ലോക മഹായുദ്ധത്തിൻ്റെ കാരണമായി പറയപ്പെടുന്നത് നമുക്കറിയാം. രണ്ടാം ലോക മഹായുദ്ധത്തിൻ്റെ കാരണമായി പറയപ്പെടുന്നത് നമുക്കറിയാം. വളരെ നിസ്സാരമായ കാരണങ്ങളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്നത്തെ ഈ ഒരു സാഹചര്യത്തിൽ ഈ കാലഘട്ടം നമ്മോട് ആവശ്യപ്പെടുന്നത് മനുഷ്യർ എന്ന നിലയിൽ നമ്മളെല്ലാവരും ഐക്യപ്പെടുകയും സാഹോദര്യ ബന്ധം പുലർത്തുകയും ലോകത്ത് ശാന്തിയും സമാധാനവും ഐക്യവും ഉണ്ടാക്കുന്നതിനു വേണ്ടി ഒരുമിച്ച് പ്രവർത്തിക്കുകയും ചെയ്യണമെന്നുള്ളതാണ്. അങ്ങനെ ഒരുമിച്ച് പ്രവർത്തിക്കുകയാണ് എങ്കിൽ നമുക്ക് ഒരു ശോഭനമായ ഭാവിയെ നമ്മുടെ വരും തലമുറയ്ക്ക് നൽകാൻ സാധിക്കുന്നതോടൊപ്പം തന്നെ ഈ ലോകത്തെയും നമുക്ക്, ഇന്ന് നമ്മൾ ജീവിച്ചിരിക്കുന്ന ഈ ഒരു കാലഘട്ടത്തെയും നമുക്ക്, അല്ലെങ്കിൽ ഈ ഭൂമിയെയും നമുക്ക്, നമ്മുടെ മനുഷ്യ സമൂഹങ്ങളെയും നമുക്ക് സംരക്ഷിക്കാൻ സാധിക്കുന്നതാണ്. അതല്ല എങ്കിൽ നമുക്കറിയാം, ഇനിയൊരു യുദ്ധമുണ്ടാവുകയും അതൊരു മൂന്നാം ലോക മഹായുദ്ധവുമാകുകയാണെങ്കിൽ അത് ആഗോള ഒരു ആണവ യുദ്ധമാകുന്നതാണ്. അത് വരും തലമുറയെ കൂടി ബാധിക്കുന്നതാണ്. വരും തലമുറ അതുകൊണ്ട് തന്നെ ഇന്ന് ജീവിക്കുന്ന മനുഷ്യരെ എപ്പോഴും തന്നെ ശാപം ചൊരിഞ്ഞുകൊണ്ട് മാത്രമേ സ്മരിക്കുകയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ വരും തലമുറ സ്നേഹത്തോടു കൂടി നമ്മെ, ഈ കാലഘട്ടത്തിൽ ജീവിക്കുന്ന നമ്മെ സ്മരിക്കണമെന്നുണ്ടെങ്കിൽ, ഓർക്കണമെന്നുണ്ടെങ്കിൽ ഈ കാലഘട്ടത്തിൽ ശാന്തിക്കും സമാധാനത്തിനും സാഹോദര്യത്തിനും വേണ്ടി നമ്മൾ ഓരോരുത്തരും തന്നെ പ്രവർത്തിക്കേണ്ടതുണ്ട്. അത് ആ പ്രവർത്തനം എന്ന് പറയുന്നത് അതൊരു ആഗോള, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇതെല്ലാം ഏതെങ്കിലും ഒരു പ്രത്യേകമായി ഇരുന്ന സ്ഥലങ്ങളിലിരുന്ന് ഡിപ്ലോമാറ്റുകൾ മാത്രം ചെയ്യേണ്ട ഒരു കാര്യമല്ല. മറിച്ച് വ്യക്തി എന്ന നിലയിൽ നമ്മുടെ ഹൃദയത്തിൽ ശാന്തിയും സമാധാനവും ഉണ്ടാകേണ്ടത്, നമ്മുടെ കുടുംബത്തിൽ ശാന്തിയും സമാധാനവും ഉണ്ടാകേണ്ടതാണ്, നമ്മുടെ സമൂഹത്തിൽ ശാന്തിയും സമാധാനവും ഉണ്ടാകേണ്ടതാണ്. അതിനുള്ള മാർഗം എന്ന് പറയുന്നത് ആത്മീയതയാണ്. ആത്മീയതയുടെ മാർഗം മനുഷ്യൻ കണ്ടെത്തുക എന്നുള്ളതാണ്. ഈ ആത്മീയതയുടെ മാർഗം പറഞ്ഞു തരുന്നതിന് വേണ്ടിയാണ് ശ്രീകൃഷ്ണനും ശ്രീരാമനും അതുപോലെ മറ്റ് എല്ലാ ദിവ്യ പുരുഷന്മാരും ഈ ലോകത്ത് വന്നത്. ഈ ഒരു ദൗത്യത്തിന് വേണ്ടിയാണ് പ്രവാചക പ്രഭു മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വന്നത്. ഈ ഒരു ദൗത്യം ഈ എല്ലാ പ്രവാചകന്മാരുടെയും, ശ്രീകൃഷ്ണൻ്റെയും ശ്രീരാമൻ്റെയും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെയും യേശുവിൻ്റെയും മോസസിൻ്റെയും അബ്രഹാമിൻ്റെയും എല്ലാം സന്ദേശവുമായിട്ടാണ് ഈ ഒരു കാലഘട്ടത്തിൽ അഹ്മദിയ മുസ്ലിം ജമാഅത്തിൻ്റെ സ്ഥാപകർ
മീർസ ഗുലാം മുഹമ്മദ് ഖാദിയാനി അലഹിസ്ലാം വരികയും അദ്ദേഹം ഈ സന്ദേശം ലോകത്തിൻ്റെ മുമ്പിൽ എത്തുകയും ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് ഈ ഒരു ദൃഷ്ടികോണിലൂടെയാണ് ശ്രീരാമനെയും അതുപോലെ തന്നെ മറ്റ് പ്രവാചകന്മാരെയും മറ്റ് ദിവ്യാത്മാക്കളെയും ഞങ്ങൾ കാണുന്നത് എന്ന് പറഞ്ഞുകൊണ്ടും ഈ ഒരാശയം പങ്കുവെച്ചുകൊണ്ടും ഈ ഒരാശയം പങ്കുവെക്കുന്നതിനു വേണ്ടി ഇത്തരത്തിലുള്ള ഒരവസരം നൽകിയതിനും പ്രൗഢഗംഭീരമായ ഈ ഒരു സദസ്സിൽ സംസാരിക്കുന്നതിന് ഒരവസരം നൽകിയതിന് സായി സഞ്ജീവനി ട്രസ്റ്റിൻ്റെ ഭാരവാഹികളോടും പ്രത്യേകിച്ച് അതിൻ്റെ മുഖ്യ കാര്യദർശിയായിട്ടുള്ള ഹരിനാരായണൻ സ്വാമിജിയോടും അദ്ദേഹത്തിൻ്റെ മറ്റു പ്രവർത്തകരോടുമുള്ള നന്ദിയും കടപ്പാടും അറിയിക്കുന്നതോടൊപ്പം എന്നെ ഇവിടേക്ക് ക്ഷണിക്കുകയും എൻ്റെ വിനീതമായ വാക്കുകൾ, എൻ്റെ വിനീതമായ ചിന്തകൾ കേൾക്കുകയും അതിന് നിങ്ങളുടെ വിലപ്പെട്ട സമയം നൽകുകയും ചെയ്ത എല്ലാ ശ്രോതാക്കളോടും എൻ്റെ വിനീതമായ നന്ദി അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നന്ദി. താങ്ക് യു സുൽത്താൻ നസീർ സാഹിബ്.